അഡ്വക്കേറ്റ് കൃഷ്ണഭദ്രൻ വിചാരിച്ചാൽ ഇതെല്ലാം വളരെ ഈസിയായിട്ട് തിരിച്ചു പിടിക്കാൻ പറ്റും. അത്രയ്ക്ക് കഴിവുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കഴിവിൽ ആർക്കും ഒരു സംശയമില്ല. പക്ഷേ എല്ലാം നഷ്ടപ്പെടുത്തിയത് ഞാനല്ലേ. അത് ഓർക്കുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല. അച്ഛാ, കൊള്ളാം. നിങ്ങൾ എല്ലാരും കൂടി പിന്നെ അച്ഛനെ കരയിച്ചോ? ഏയ്, ഞങ്ങളാരൊന്നും പറഞ്ഞില്ല. ഞങ്ങള് കൃഷ്ണഭദ്രൻ വക്കീലിന്റെ കാര്യം സംസാരിക്കുമായിരുന്നു. അത് സന്തോഷിക്കാനുള്ള കാര്യല്ലേ? വക്കീല് കോടതിയിലിട്ട് അവളെ പൊരിക്കും. പിടിച്ചടക്കി കൊണ്ടുപോയതൊക്കെ കെട്ടിപ്പെറുക്കി കോടതിയിൽ തിരിച്ചു കൊണ്ടുവന്ന് തരേണ്ടി വരും അവക്ക്. പിന്നല്ലാതെ അത് പറഞ്ഞാ അച്ഛൻ കേക്കണ്ടേ? അച്ഛാ, ഇത് കരയാനുള്ള സമയമല്ല. നമ്മള് ഒരു പുതിയ വീട്ടിലേക്ക് കയറി താമസം തുടങ്ങുക. ഇപ്പൊ ഇവിടെ ചില സന്തോഷകരമായ ചടങ്ങുകൾ നടക്കുക. അച്ഛൻ ഇങ്ങോട്ടൊന്ന് വന്നേ. വാ, നിങ്ങളും വാ. അടുക്കളയിലെ കാര്യമല്ലേ, അത് നിങ്ങൾ നോക്കിയാൽ മതി. അതുപോരാ, ഐശ്വര്യമുള്ള കൈകൊണ്ട് വേണം ആദ്യമായിട്ട് പാല് കാച്ചാനുള്ള ദീപം തെളിയിക്കാൻ. അതിനിപ്പോ ഇവിടെ ആരുടെ കൈക്കാ അത്രയ്ക്ക് ഐശ്വര്യമുള്ളത്? സച്ചി, നീ ചെന്ന് ദീപം കത്തിച്ചു കൊടുക്കും. അവരൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ വീട്ടിൽ ഐശ്വര്യമുള്ള കൈ ഇപ്പോഴും അച്ഛൻ്റേത് തന്നെ. അച്ഛൻ തന്നെ വേണം ആ ദീപം കത്തിച്ചു തരാനും. അത് വേണ്ട മോളെ, എന്റെ ഐശ്വര്യമൊക്കെ പോയി. ആര് പറഞ്ഞു? ഞങ്ങളുടെ എല്ലാ ഐശ്വര്യം ഇപ്പോഴും അച്ഛൻ തന്നെയാ. ഞങ്ങൾ മക്കളുടെയും മരുമക്കളുടെയും എല്ലാവരുടെയും ഐശ്വര്യം അച്ഛനല്ലാതെ പിന്നെ വേറെ ആരാ? മക്കളെ എങ്ങനെ സ്നേഹിക്കണം, എങ്ങനെ അവരെ വളർത്തണം, കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നെല്ലാം ഞങ്ങൾ പഠിച്ചത് അച്ഛനിൽ നിന്നാ.